50,000 രൂപ മുതൽ 60,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് ട്രാപ്പാക്കണം. ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കളഞ്ഞു. ആ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വീഴുന്നുപോയി. ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ ഓപ്പൺ ആക്കാൻ പോലും അറിയാത്തൊരവസ്ഥയാണ്. അപ്പം മുതലാളിയിൽ നിന്നും വഴക്ക് കിട്ടി. നീ എന്തിനാണ് അവിടെ പഠിക്കാൻ പോയതെന്നൊക്കെയാണ് ചോദിച്ചത്. അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഛർദ്ദിക്കാൻ വരും അതിൻ്റെ ഈ രീതിയിൽ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ നിൽക്കാണ്ടെങ്കിൽ പോരാ, അല്ലെങ്കിൽ ചത്തുപോകും. ആരെയും എനിക്ക് ഒരു മോനേ ഉള്ളൂ. ഒരു കുട്ടി ഒരു ഷോപ്പിൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ 150 ഫോൺ ഫ്രീ ആയിട്ട് ശരിയാക്കി കാണിക്കണം. അപ്പോൾ ഞങ്ങൾ അവരെ കാല് പിടിച്ച് പറഞ്ഞൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. എവിടെയെങ്കിലും കയറി നിന്ന് കൊച്ചു ഒന്ന് പഠിച്ച് എന്തെങ്കിലും കാര്യം. അപ്പം അവരെ മാനേജർ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ ഒരു സ്റ്റാഫ് ഇത് കണക്ക് എൻ്റെ കുട്ടീനെ വ്യക്തിഹത്യ ചെയ്തു, അതിനെന്താണ്? അവരൊരു സ്റ്റാഫല്ലേ, അവർക്ക് അതിനെല്ലാം റൂൾസ് എന്ന് അവരെന്നോട് ചോദിക്കുന്ന തെളിവ് എൻ്റെ ഉണ്ട്. ഇത് ഭയങ്കര ഉടായ്പാണ്, പറ്റിപ്പാണ്, ചതിയാണ്, വഞ്ചനയാണ്. ഇതുപോലൊരു ദ്രോഹിക്കാൻ പാടില്ല. നമസ്കാരം. തിരുവനന്തപുരം ആറ്റിങ്ങൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാഗ്നസ് ഇന്നവേറ്റീവ് ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ലക്ഷങ്ങളുടെ വിദ്യാഭ്യാസ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നു എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതായത് വർഷം തോറും 500-ലേറെ വിദ്യാർത്ഥികളാണ് തട്ടിപ്പിന് ഇരകളാകുന്നത് എന്നാണ് ഈ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ആരോപണം ഉന്നയിക്കുന്നത്. മൊബൈൽ റിപ്പയറിംഗ് പഠിക്കാൻ ചേരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ ഫീസ് ഇനത്തിൽ കൈപ്പറ്റുന്ന സ്ഥാപനം കുട്ടികളെ മാനസികമായി പീഡിപ്പിക്കുകയും തൊഴിൽ വാഗ്ദാനത്തിൽ നിന്ന് പിന്നാക്കം പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് തട്ടിപ്പിന് ഇരകളായ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പറയുന്നു. മകൻ എപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്? 2025 അഡ്മിഷൻ എടുത്ത് പിന്നെ അവനെ അവിടെ പഠിപ്പിച്ചു. 10 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ഇപ്പോൾ പറഞ്ഞു എന്താണ് കോഴ്സ്? മൊബൈൽ ടെക്നിക്കൽ ലാപ്ടോപ്പ് ഇതാണ് പറഞ്ഞത്. അപ്പോൾ 10 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞാണ് ഞങ്ങളവിടെ ചെയ്തത്. 1,86,000 രൂപ ഫീസ്, അതാണ് അവർ പറഞ്ഞത്. ഞങ്ങളത് സമ്മതിച്ച് ഒരു 50,000 രൂപ മുതൽ 60,000 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനകത്ത് ട്രാപ്പാക്കണം. ഞങ്ങൾ പറഞ്ഞ് പറ്റിച്ച് കളഞ്ഞു. ആ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വീഴുന്നുപോയി. അങ്ങനെ 50,000 മുതൽ 60,000 രൂപ ശമ്പളം എന്ന് പറയുമ്പോൾ ഞാനും വീഴുന്നുപോയി. എൻ്റെ മോന് +2 കഴിച്ച് ഒരു വർഷം 10 മാസം കഴിഞ്ഞ് എത്രയും ശമ്പളം കിട്ടുമല്ലോ എന്ന് കൊതിച്ചു പോയി. അതിനകത്തുകൊണ്ട് കയറ്റി. അവർ 10 മാസം ക്ലാസ് കഴിഞ്ഞു, പരീക്ഷ കഴിഞ്ഞു. പിന്നെ ഞങ്ങളെ വിളിച്ചു. ഞങ്ങളവിടെ ചെന്നു. അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് തരാനാണ് വിളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ ഒപ്പുവയ്ക്കണം. മലപ്പുറത്ത് പോയി വേണം, മലപ്പുറം മഞ്ചേരി ചെന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്. അവിടെ കുട്ടികൾ മാത്രമേ വരാവൂ, രക്ഷകർത്താവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ സമ്മതിച്ചു. 200 രൂപ ഇവർക്ക് കൊടുത്ത് ഇവർ ട്രെയിനിൽ കയറി ഇവരെല്ലാം അവിടെ പോവുകയും ചെയ്തു. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 1 വർഷം ട്രെയിനിങ്ങിന് പോകണമെന്ന് ഈ പിള്ളേരെടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ പിള്ളേരെ സംബന്ധിച്ചുള്ളൊരു ഈഗോ തട്ടി. എന്ന് വെച്ചാൽ ഈ വീട്ടിൽ അടുത്തെല്ലാം പറഞ്ഞിട്ട് വന്നു എനിക്ക് ജോലി കിട്ടുമെന്നൊക്കെ. അപ്പോൾ ഈ പിള്ളേർ നേരെ വന്ന് പറഞ്ഞു ഇങ്ങനെ 1 വർഷം പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു പോകേണ്ട ദൂരെയൊക്കെയാണ്, അല്ല ഒരു വർഷം ഒരു 12 മാസം പോയി നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇവൻ്റെയൊക്കെ നിർബന്ധത്തിന് ഞാനും വഴങ്ങി. കടലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിട്ടത്, അതായത് ട്രെയിനിൽ. അവർ പറഞ്ഞു ഒറ്റയ്ക്കാണ് പിള്ളേരെ വിടണം. തമിഴ്നാട് അങ്ങേറ്റം. അതായത് രാവിലെ കയറിയ രാത്രി അവിടെ 11 മണിക്ക് അവിടെ എത്തുള്ളൂ. അപ്പോൾ കുട്ടി ഒറ്റയ്ക്ക് പെയ്യാൽ മതി. ഞാൻ പറഞ്ഞു അത് നടക്കില്ല. കാര്യം 2025 ഡൽഹി തന്നെ 19 പിള്ളേരെ കാണാനില്ലായിരുന്നു. അപ്പോൾ ആ 19 പിള്ളേരെ കാണാനില്ലായിരുന്നു. ആ ഒരു പേടി കൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് അയക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ 2 ടിക്കറ്റ് എടുക്കുക, ടിക്കറ്റിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞിട്ട് 1 ടിക്കറ്റ് ഇവർ അയച്ചു. ഉടക്കെ ഞാൻ ചെന്ന് വേറെ ആളിനെ കണ്ട് 180 രൂപ ടിക്കറ്റിന് 1,200 രൂപ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ഇവൻ്റെ കൂടെ യാത്ര ചെയ്ത് അവിടെ പോയി. അവിടെ ചെന്ന് അന്തരീക്ഷം കണ്ടപ്പോൾ എൻ്റെ വീട്ടിലെ പട്ടിക്കൊണ്ട കാലം ഗതികെട്ട ഒരു കിടക്കാനുള്ള എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. അപ്പോൾ ഞാൻ ഇവൻ്റെ പറഞ്ഞ് മക്കളെ വേണ്ട, നമുക്ക് പോവാം, വാ നിൽക്കാനാ. ഇപ്പോൾ ഇവൻ പറഞ്ഞില്ല ഞാൻ വന്നതല്ല വെച്ചാൽ ഞാൻ നിൽക്കാം. അങ്ങനെ ഇവൻ അവിടെ 13 ദിവസം നിന്ന്. എൻ്റെ പിള്ളേർ ആഹാരവുമില്ല, കുടിക്കാൻ വെള്ളവുമില്ല, ഭക്ഷണവുമില്ല. ബാത്റൂം കൊണ്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഛർദ്ദിക്കാൻ വരും അതിൻ്റെ ഈ രീതിയിൽ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ നിൽക്കാണ്ടെങ്കിൽ പോരാ, അല്ലെങ്കിൽ ചത്തുപോകും. ആരെയും എനിക്ക് ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ഒരു ഭയങ്കര വിഷമമായി. ഓഫീസിൽ വിളിച്ച് അറിയിച്ചു. അവരെന്ത് ആ രാത്രി ഇവനെ വേറൊരു സ്ഥലത്തേക്ക് വിട്ടു. എന്ത് കോയമ്പത്തൂരിലേക്ക്. ഇവൻ്റെ അടുത്ത് പറഞ്ഞ് കോയമ്പത്തൂർ ഇവൻ ഞാൻ പറഞ്ഞില്ല വേണ്ടെങ്കിൽ പോരാ, ഇല്ല അവർ ടിക്കറ്റൊക്കെ എടുത്ത് തന്ന് ഞാൻ അവിടെ പോകാൻ. ഇവൻ കോയമ്പത്തൂരിലേക്ക് ബസ് കയറിപ്പോയി. അവിടെ ചെന്നൊരു വെളുപ്പാൻ രാവിലെ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ വഴിയും അറിഞ്ഞില്ല, സ്ഥലവും അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ഒരുത്തൻ വന്ന് വിളിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ആക്കി. അവൻ പറഞ്ഞു ഇതാണ് കട. ആ കടയുടെ അടുത്തൊരു വീടുണ്ട്, ആ ഷെഡാണ്. ആ ഷെഡിനകത്താണ് കിടക്കേണ്ടത്. ആ ഷെഡ് അതൊക്കെ വീഡിയോ ഉണ്ട്, അതൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അവിടെ ആഹാരമില്ല. അവന് മൂത്രം ഒഴിക്കണമെങ്കിൽ വേറൊരു വീട്ടിൽ ചെല്ലണം. ആ വീട് തുറന്നു കൊടുത്താലേ അവിടെ മൂത്രം ഒഴിക്കാവുള്ളൂ.
അപ്പോൾ എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു മക്കളെ കയറിപ്പോരെ അവന്മാർ ഞാൻ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കയറിപ്പോരെ എൻ്റെ പിള്ളേക്ക് എന്തെങ്കിലും ആയ പ്രശ്നമാവും ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടു ഭാഷ അറിഞ്ഞുകൂടാ അവിടെ ഒരു ബസ്സുകാരൻ 1200 രൂപ ടിക്കറ്റ് എടുപ്പിച്ചു എൻ്റെ പിള്ളേക്ക് ഞാൻ 2000 രൂപ അയച്ചു കൊടുത്ത് എറണാകുളത്ത് കൊണ്ട് തള്ളിയിട്ടളഞ്ഞു എറണാകുളം വന്നപ്പോൾ ഇവന് സമാധാനം ഇവൻ എറണാകുളത്ത് തട്ടുകടയിൽ കയറി കാപ്പ് ഓടിച്ചു അവൻ പറഞ്ഞു അച്ഛാ ഇവിടെയാണ് ഞാൻ ഇത്തിരി വിശപ്പിന് വല്ല കഴിമക്കളെന്ന് പറഞ്ഞു അങ്ങനെ 3 മണിക്ക് ഇവൻ തിരുവനന്തപുരത്തെത്തി ഞാൻ അവിടെ വന്ന് അന്ന് എൻ്റെ മോൻ അനുഭവിച്ച പ്രയാസം ഞങ്ങൾ അനുഭവിച്ച പ്രയാസം ഇന്നും ജീവിതത്തിൽ മറക്കാനില്ല പിന്നെ സാധാരണക്കാരന് ഇത് നമ്മൾ ഇതിലേക്ക് മാധ്യമങ്ങളിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മാധ്യമത്തിനെ വിശ്വാസമുള്ളൂ ഇവിടെ അഴിമതികൾ നടക്കാത്തത് മാധ്യമങ്ങളെ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങളതിന് ശരിയായിട്ടൊരു ആക്ഷൻ എടുക്കണം. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് രാധാകൃഷ്ണൻ. എന്താ പേരെന്താ? കോഴ്സിന് ചേർന്നപ്പോഴേ പിന്നീട് ട്രെയിനിങ്ങിന് കൊണ്ടുവന്നു അപ്പോൾ എന്തെങ്കിലും സ്റ്റൈപ്പൻഡ് തരാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? സ്റ്റൈപ്പൻഡ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സ്റ്റൈപ്പൻഡ് ഒന്നും ലഭിച്ചിട്ടില്ല. ട്രെയിനിങ്ങിന് പോയപ്പോൾ സ്റ്റൈപ്പൻഡ് ഇതുവരെ ഒന്നും ലഭിക്കുന്നു. ട്രെയിനിങ് എന്തായിരുന്നു? ട്രെയിനിങ് മൊബൈലിൻ്റെ ടെക്നീഷ്യൻ പഠിച്ച് മൊബൈലിൻ്റെ സർവീസാണ് പറഞ്ഞത്. പക്ഷെ അവിടെ പോയപ്പോൾ അതൊന്നും അല്ല നടക്കുന്നത്. ഇവിടെ പറഞ്ഞത് ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ പഠിപ്പിച്ചല്ല റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ചിപ്പ് ലെവലൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഷോപ്പിൽ പോയിട്ട് ഒരു മൊബൈൽ ഓപ്പൺ ആക്കാൻ പോലും അറിയാത്തൊരവസ്ഥയാണ്. അപ്പം മുതലാളിയിൽ നിന്നും വഴക്ക് കിട്ടി. നീ എന്തിനാണ് അവിടെ പഠിക്കാൻ പോയതെന്നൊക്കെയാണ് ചോദിച്ചത് അവിടുത്തെ സാറ്. മൊബൈൽ കടയിലേക്കാണ് ഇത്തരത്തിൽ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നതെന്ന് ആദ്യം പറഞ്ഞില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. മൊബൈൽ ഒരു ഷോപ്പിലോട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഷോപ്പിൽ പോയപ്പോഴാണ് സാധാ ഒരു കടയായിരുന്നു. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് ആ സാധാ കടയിൽ പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആ കടയിൽ പോയി അവിടെ നിന്നും വഴക്ക് കേട്ടു, ഇവരെ നിന്നും വഴക്ക് കേട്ടു. അവിടെ എത്തിയപ്പം ആരും തന്നെ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലേ. ഈ ചേർക്കുന്ന സമയത്ത് ഈ മകനെ ചേർക്കുന്ന സമയത്ത് ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞിരുന്നു? ഈ ട്രെയിനിങ് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും? എൻ്റെ ബ്രദറിൻ്റെ മകനാണ് ബിലാൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠതയാണ് അവനോട് കൊണ്ട് ചേർത്തത്. അപ്പോൾ പല പ്രാവശ്യവും ഞാനാണ് ഗാർഡിയൻ എന്ന നിലയിൽ ഞാനാണ് ഏതെങ്കിലും കാര്യത്തിന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്നെ അന്തപ്പെട്ടു. നമ്മൾ ഇത് പഠിച്ചത്ര വലിയ ശമ്പളത്തിന് ജോലിയെ കിട്ടുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു പോകുന്ന അവൻ്റെ ഭാവിക്ക് നല്ലതാണ്, നടക്കട്ടെ. കൂടുതൽ അന്വേഷിക്കാനുള്ള സാഹചര്യമൊന്നും എനിക്ക് പറ്റിയില്ല. കഴിഞ്ഞാൽ തള്ളയാണ് എപ്പോഴും കൊണ്ടാക്കണം വരെ പോയി അതിൻ്റെ കാര്യത്തിനൊക്കെ പോയിക്കുന്നത് തള്ളയാണ്. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പോൾ നാട്ടിൽ എൻ്റെ ബ്രദർ ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോഴത്തേക്ക് എന്നെയാണ് വിളിക്കുന്നത്, ഞാനാണ് അങ്ങനെ ചെല്ലുന്നത്. പക്ഷെ ഞാൻ അവസാനത്തിൽ കാര്യങ്ങളെ കേട്ട് ഓരോരുത്തർ അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് ഇത് സാധാരണ നമ്മൾ മൊബൈൽ റിപ്പയർ കടയിലൊക്കെ സാധാരണ പിള്ളേരെ കയറി നിന്ന് പഠിക്കും കണക്ക് തന്നെയാണ് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ഇത്രയും എമൗണ്ട് മേടിച്ചിട്ട് ഇവരെ ശരിക്കും പറഞ്ഞാൽ ചീറ്റ് ചെയ്ത് തന്നെയാണ്. പാവപ്പെട്ടവരെ ചീറ്റ് ചെയ്താണ്, അത് യാതൊരു സംശയമില്ല. ചിന്തിക്കാവുന്നവർക്ക് നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് ചിന്തിക്കാതെ ഇത് പറ്റി വേണം. ഓക്കെ, ബിലാൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മയാണ്. അവിടെ ഫീസ് എത്ര വാങ്ങി നിങ്ങളുടെ? നമ്മൾ ചെന്നപ്പോൾ അഡ്മിഷൻ എടുക്കാൻ 36,000 രൂപ, പിന്നെ മാസം തോറും 15,000 രൂപ ഇട്ട് 10 മാസത്തെ അടവാണ്. എത്രയായി കോഴ്സിൻ്റെ ഫീസ്? 1,86,000 രൂപ. അവർ പറയുന്നത് 10 മാസം മോനവിടെ പഠിക്കണം, 12 മാസം അവർ ട്രെയിനിങ്ങിന് വിടും. അവർ തന്നെ മാഗ്നസിൻ്റെ തന്നെ കമ്പനികളുണ്ടെന്നും പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിച്ചത്. പിന്നെ ദിനം പ്രതി ഇങ്ങോട്ട് അവർ സ്കൂളിൽ നിന്നോ മറ്റോ നമ്പർ എടുത്ത് സ്ഥിരം ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്ത് ഇങ്ങനെ പറഞ്ഞതിനെ കൊണ്ടാണ് മോനായത്. പിന്നെ മോന് താല്പര്യമുണ്ട്, മോനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതൊന്നുമല്ല, അവന് ഇഷ്ടത്തോടെ തന്നെ പോയത്. അവന് 10 മാസം നിന്ന് കഴിഞ്ഞാൽ അവന് ഫുള്ള് പഠിക്കാൻ പറ്റും. ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു മോന്, അതിൽ പോയാൽ അവന് പഠിക്കാൻ പറ്റും, ജോലി കിട്ടും എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടാണ് മോൻ പോയത്. പിന്നെ ട്രെയിനിങ് അവിടെ അറ്റൻഡൻസ് എല്ലാം കറക്റ്റ് ചെയ്ത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് പോലും സപ്പോർട്ടിങ് ഇല്ല. ഇവർ പറയുന്ന ഫുൾ സപ്പോർട്ട്, 60 വയസ്സായാലും നിങ്ങൾക്ക് വിളിക്കാം, മാഗ്നസിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഒരു സംശയമായിട്ട് വിളിച്ചാൽ അവർ പറയും നീ എന്തിനാണ് പഠിച്ചത് എന്നുള്ള രീതിക്കാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പോഴത്തേക്കും നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഭാവിക്ക് വേണ്ടിയിട്ടാണ്. നമ്മളെ മക്കളെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കണക്ക് ഒരു കുട്ടി വഴിതെറ്റി പോകുമ്പോൾ അത് പബ്ലിക് ആവുന്നുണ്ട്. പക്ഷേ ഒരു കുട്ടിയെ മനഃപൂർവ്വം നമ്മൾ കുട്ടികളെ ഭാവി നശിപ്പിച്ചൊരു കുഴിയിലോട്ട് വിടുന്ന നിങ്ങൾ ആരും അന്വേഷിക്കുന്നില്ല. അത് നിങ്ങൾ അന്വേഷിക്കണം, നമുക്ക് ഇതിൻ്റെ നഷ്ടപരിഹാരം തരണം. അവൻ്റെ 10 മാസമാണ് പോയത്. അതുമാത്രമല്ല 16 വയസ്സായ എൻ്റെ മോന് എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെന്താണ് 150 ഫോണോളം ഒരു ഷോപ്പിൽ ചെന്ന് നിന്ന് ശരിയാക്കി കൊടുക്കണം ഫ്രീ ആയിട്ട്. എവിടെയായിരുന്നു ട്രെയിനിങ്? എവിടെയായിരുന്നു മോന്? ട്രെയിനിങ്ങിന് വിട്ടില്ല സുഹൃത്തെ. എൻ്റെ മോന് ഈ മാസം ട്രെയിനിങ്ങിന് ഇറങ്ങണേണ്. അപ്പം ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ ഈ കുട്ടിയാണെങ്കിലും പോയാൽ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഷോപ്പിൽ നമ്മളുമായിട്ടല്ല ഡീല്, മാഗ്നസും ആ ഷോപ്പുകാരുമാണ് ഡീല്. അവരിൽ നിന്നും 10-30,000 രൂപ മാഗ്നസ് വാങ്ങിക്കും. എന്നിട്ട് തുച്ഛമായ 5,000 രൂപയാണ് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന. ആദ്യത്തെ 5 മാസം 5,000 രൂപ കൊടുക്കും. പിന്നെ 5 മാസം കഴിഞ്ഞിട്ടുള്ള മാസങ്ങളില്ലേ അതിൽ 6,000 രൂപ കൊടുക്കുമെന്നാണ് അവർ എഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടി ഒരു ഷോപ്പിൽ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാൽ 150 ഫോൺ ഫ്രീ ആയിട്ട് ശരിയാക്കി കാണിക്കണം. കാണിച്ചതിന് ശേഷം ഒരു ഫോണിൻ്റെ പുറത്ത് 30 രൂപ ഇട്ടാണ് കൊടുക്കുന്നതാണ് എഗ്രിമെൻറ്റ്. ആ എഗ്രിമെൻറ്റിൽ എൻ്റെ ഇരിപ്പുണ്ട്. മകനെ കൊണ്ടാണ് ഒപ്പിടിപ്പിച്ചത് അല്ലേ?
അവനെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് ഇടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു വസ്തു എഴുതുന്നെങ്കിലും ആ വസ്തു എഴുതുന്ന സമയത്താണ് നമുക്ക് എഗ്രിമെൻറ്റ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുട്ടി പഠിച്ച് 3-5-6 അടവ് കഴിഞ്ഞ് 6 മാസത്തോളം അടവ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇവർ എഗ്രിമെൻറ്റ് തരുന്നത്. മനസ്സിലായ? നമ്മൾ ആദ്യം ചോദിച്ചു അല്ലേ മാഡം? അല്ലേടാ? അപ്പം നമ്മൾ 6 മാസത്തോളം, അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെത് മാത്രം കേസായിരിക്കുന്നു. നമ്മൾ ആദ്യം നമ്മൾ മോനെ ആഗസ്റ്റിൽ അഡ്മിഷൻ എടുത്തു. 5 അടവോ 4 അടവോ കഴിഞ്ഞ ശേഷമാണ് ഇവർ ആലങ്കോട് ഒരു ഹാളിൽ വെച്ചിട്ട് നമുക്ക് ഇത് കണക്ക് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യണം, എല്ലാ പേരൻസും പറഞ്ഞോന്നും പറഞ്ഞ് FB ബാച്ചിൻ്റെ ഇതാണെന്നും പറഞ്ഞ് ചെന്നു. പേരൻസ് മീറ്റിംഗ് ചെന്നു, ഒരു സർട്ടിഫിക്കറ്റ് തന്നു, വെപ്രാളപ്പെടുത്തിയാണ് നമുക്ക് ഇത് തരുന്നത്. അപ്പം നമ്മളത് സൈൻ ചെയ്ത് കൊടുത്തു. വീണ്ടും നമ്മൾ ചിന്തിക്കണം, നമ്മളെ മക്കൾ ഒരു ഭാവി ഉണ്ടാവും. അപ്പോഴും നമുക്കിത് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പം അവർക്കൊരു ടാലൻ്റ് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളിത് ഇത്രയും ചെയ്തത്. പക്ഷേ ഇപ്പം ഇനി അവനെ നിങ്ങൾ വെറുതെ പഠിപ്പിക്കാമെന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമില്ല. പിന്നെ ഒരു സ്റ്റാഫ് ഏതൊരു സ്ഥലത്താണെങ്കിലും സ്റ്റാഫുകൾ നിൽക്കണം നിൽക്കണം അല്ലേ? അപ്പം നിങ്ങൾ താഴെ നിൽക്കുന്ന സ്റ്റാഫ് നിങ്ങളെ മുകളിൽ കയറാൻ പാടില്ല. അപ്പോൾ 36 കുട്ടികളിരുന്ന് പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ ഒരു ആൺകുട്ടീനെ വിളിച്ചെടുത്തിട്ട്, ആൺകുട്ടിയോ പെൺകുട്ടിയോ വ്യക്തിഹത്യ ചെയ്തു. അത് രേവതി എന്ന് പറയുന്ന ആറ്റിങ്ങൽ മാഗ്നസിൽ സ്റ്റാഫായിരിക്കുന്ന രേവതി എന്ന് പറയുന്ന ഒരു മിസ്സുണ്ട്. മിസ്സല്ല, അവർ സ്റ്റാഫാണ്, ടീച്ചറോ അവർ പഠിപ്പിക്കുന്നൊന്നുമില്ല. അവർ CRO MRO RJ എന്തോ ഒരു ബോക്സും വെച്ച് നടക്കുന്നതാണ്. അവർ ICM അവരെ വലിയ ഇതാണ്. പക്ഷേ അവരെ മാനേജർ ഞാൻ വിളിച്ചു ചോദിച്ചു, നിങ്ങളെ ഒരു സ്റ്റാഫ് ഇത് കണക്ക് എൻ്റെ കുട്ടീനെ വ്യക്തിഹത്യ ചെയ്തു, അതിനെന്താണ്? അവരൊരു സ്റ്റാഫല്ലേ, അവർക്ക് അതിനെല്ലാം റൂൾസ് എന്ന് അവരെന്നോട് ചോദിക്കുന്ന തെളിവ് എൻ്റെ ഉണ്ട്. മനസ്സിലായ? അപ്പോൾ ഇതിൽ എൻ്റെ മോൻ്റെ വർഷം ഇത്രയും പോയി, അത് കണക്ക് ഇനി എൻ്റെത് പോയി, എൻ്റെ പൈസ പോയി. പക്ഷേ അത് ഞാൻ കൊടുക്കത്തില്ല. കാരണം എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് ഞാൻ അവരെ നല്ല ചിലവിന് വാങ്ങിക്കുന്നത്. എൻ്റെ പൈസ ഞാൻ കൊടുത്തത് വാങ്ങിക്കണം. പിന്നെ എൻ്റെ മോൻ്റെ ഭാവി ഇത്രയും നശിപ്പിച്ച് അതിന് അവർ നഷ്ടപരിഹാരം നമുക്ക് എല്ലാ മക്കൾക്കും തന്നേ പറ്റുള്ളൂ. എൻ്റെ കൊടുത്ത് മുന്നോട്ട് പോവാൻ തന്നെ, ഇനിയും ബാക്കിലോട്ട് നിൽക്കുന്നില്ല. അവരെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും താമസിച്ചത്. ഞാൻ മെയ് 16 അവിടെ പോയതാണ്. ഇപ്പം ഇവിടെ ഇത്രയും ദിവസം താമസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മാനേജറെ, മഞ്ചലിലെ മാനേജറെ വിളിച്ച് അജി എന്നാണ് പേര്. അപ്പോൾ അവരെന്ത് ചോദിച്ചാലും ഗൂഗിളിൽ നിന്ന് നോക്കിയെടുക്കുന്നതാണ് പറയണത്. ഒരു സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മാനേജറുടെ നമ്പർ ഗൂഗിളിൽ നോക്കിയെടുക്കാനാണ് പറയണത്. ഇതിനൊരു തീരുമാനമാവണം. കുട്ടികളുടെ ഭാവി, എൻ്റെ മക്കളുടെ ഭാവി എന്നല്ല, ഒരു മക്കളുടെ ഭാവി പോലും നശിപ്പിക്കില്ല. മോനും 11 മാസത്തെ അവിടെ പഠിച്ച് ട്രെയിനിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയി. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലമല്ല. 2 ട്രെയിനറെ കൂടെയാണ് കൊച്ചിനെ ആക്കിയതും. അവർ വെള്ളമടിക്കാറാണ്. പിറ്റേന്ന് തന്നെ ഞങ്ങൾ ഇനി നാട്ടിൽ കൊണ്ടുപോകുന്നു. അപ്പോഴും ഞങ്ങൾ അവരെ കാല് പിടിച്ച് പറഞ്ഞൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. എവിടെയെങ്കിലും കയറി നിന്ന് കൊച്ച് ഒന്ന് പഠിച്ച് എന്തെങ്കിലും കാര്യം ഇവൻ പഠിച്ചെന്നല്ലേ പറയുന്നത്. അതിനെ ട്രെയിനിങ്ങിലൂടെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ അടുത്തെവിടെയെങ്കിലും ആക്കാം. തരൂല. 88,000 രൂപ കൊടുക്കണം. 88,000 രൂപ കൊടുത്താൽ സർട്ടിഫിക്കറ്റ് തരുള്ളൂ. പിന്നെ ഇവിടെ പറയും പിന്നെ ആൾക്കാരുണ്ട്, പക്ഷേ ട്രെയിനിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവിടെ ഇന്ന ആളെ വിളിക്കുമ്പോൾ അവിടെ ആരും ഫോൺ എടുക്കില്ല. ഇവർ പറയുന്ന എല്ലാം മഞ്ചേരിയിലാണ്, ഇവിടെ ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ എന്നാണ് പറയുക. ഈ 1,88,000 രൂപ വാങ്ങിക്കുന്നത് വരെ അവർക്ക് നമ്മളെ അറിയാം. അത് കഴിഞ്ഞ് ഈ പൈസയെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അത് വേറെ ആൾക്കാരാണ്, ഇൻചാർജറുണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട്, നിങ്ങൾ അവിടെയുമായിട്ട് ബന്ധപ്പെടണം എന്ന് പറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് പാരൻസ് എല്ലാം കൂടെ ചെന്ന് ഞങ്ങൾക്ക് ആറ്റിങ്ങൽ അവരെ സ്ഥാപനത്തിൽ ഇരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, കൊടിയും ഉണ്ട് ഞങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനും അറിയാം. 53 പേര് ഇനിയുള്ള പിള്ളേരെങ്കിലും ആ സ്ഥാപനത്തിൽ ചെന്ന് ഇവരെ തള്ളു കേട്ട് അതുകളെ ഭാവി കളയരുത്. ഈ പ്രധാനമായി ഉയർന്നിരുന്ന ചോദ്യം ഈ 3-4 മക്കൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു വിഷയം എന്നുള്ളതാണ്. അല്ല, ഒരിക്കലും അല്ല. ഇത് 57 പേര് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫുൾ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയിലേക്ക് വരാം. പക്ഷേ അവരെല്ലാം സാധാരണക്കാരാണ്, അവർക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഞാൻ ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കാൻ പോയപ്പോൾ 1 ദിവസമായി. അങ്ങനെ ഇവിടെ വന്ന് 2 ദിവസം 1 ദിവസമായി. അങ്ങനെ ഈ ബുദ്ധിമുട്ടുണ്ട്. ഓരോരുത്തർ വന്ന് ഇറങ്ങാൻ പറ്റില്ല, എല്ലാം കൂലിപ്പണിക്കാണ്. ഇതിൽ 1-2 കാര്യങ്ങൾ പറയാണ്ട്. ഒരാൾ ആട്ടോറിക്ഷ വിറ്റാണ് കുഞ്ഞിനെ പഠിപ്പിച്ചത്. വേറൊരു കുട്ടി കല്യാണത്തിന് വെച്ചാൽ പൈസ എടുത്താണ് മോനെ പഠിപ്പിച്ചത്. അങ്ങനെ കഷ്ടപ്പെട്ട് അവരെയൊക്കെയാണ് ഈ സ്ഥാപനം പറ്റിക്കുന്നത്. കാരണം ഈ സ്ഥാപനത്തെക്കുറിച്ച് വളരെ നിങ്ങൾ അന്വേഷിക്കണം. ഇത് ഭയങ്കര ഉടായ്പാണ്, പറ്റിപ്പാണ്, ചതിയാണ്, വഞ്ചനയാണ്. ഇതുപോലൊരു ദ്രോഹിക്കാൻ പാടില്ല. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു മോൻ്റെ പൈസ പോട്ടെ എന്ന് പറഞ്ഞു നോക്കാം. പക്ഷേ അതല്ല, ആരെങ്കിലും ഒരാൾ നിന്ന് പ്രതികരിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ഇവരെല്ലാം വിളിച്ച് മാധ്യമങ്ങളിൽ കൂടെ അറിയിച്ച് ഇതിനൊരു പ്രശ്ന പരിഹാരം കാണണം. ഞങ്ങൾ ഇപ്പോൾ അടുത്ത് കോടതിയിൽ പോവുകയാണ്. നഷ്ടപരിഹാര കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാഷ്ട്രപതിക്ക് കൊടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിക്ക്, പട്ടികജാതി കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ റൂറൽ SP കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇവിടെ ആറ്റിങ്ങൽ പോലീസ് CI കൊടുത്തിട്ടുണ്ട്. പോലീസ് പറയണത് ഇത് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിന് ഇല്ലെന്നാണ്. അവിടുത്തെ CA പറഞ്ഞത്. ഇവിടെ ആറ്റിങ്ങലുള്ള CA എൻ്റെ പോലീസിന് അന്വേഷിക്കാനുള്ള ബാധ്യതയില്ല, ഇത് അന്വേഷിക്കാനുള്ള അധികാരമില്ല എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ആരാണ് ഇതിൻ്റെ അധികാരം?
അങ്ങനെയാണ് ആഭ്യന്തരമന്ത്രി നല്ല കർശനമായിട്ട് പറഞ്ഞു ഇത് ചീറ്റിംഗ് കേസാണ്. അദ്ദേഹം വായിച്ചിട്ട് പറഞ്ഞു ഇതിന് കേസ് എടുക്കാമെന്ന്. എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ എനിക്ക് വിശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ അവർ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത് പോലും വിചാരിക്കുക അവർ കട്ട് ചെയ്ത് ഫോൺ ആദ്യം എടുത്തു. അല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്, ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചില്ല. ഒരു മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഓഫീസിൽ തീരെ വിളിച്ചപ്പോൾ അവർ വീണ്ടും കട്ടി. അപ്പോൾ അത്രത്തോളം അവർക്ക് പിടിപാടും കാര്യങ്ങളുണ്ട്. അവരൊന്നിനും പേടിക്കാത്ത ഒരാൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളാണ് ഞങ്ങൾക്ക് വിശ്വാസം. കാര്യം മാനേജ്മെൻറ്റ് എന്താ നിലവിൽ എന്താ പറയുന്നത്? മാനേജ്മെൻറ്റ് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്തോ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം എന്ന്. അത് ആരാ പറയുന്നത്? ആറ്റിങ്ങൽ ഓഫീസ്. പിന്നെ എൻ്റെ മോൻ്റെ ചെക്ക് ലീവ് 2 ചെക്ക് ക്ലാസ് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ 2 ചെക്ക് വേണം. എൻ്റെ മോൻ്റെയും ചെക്ക് എൻ്റെയും ചെക്ക്. ഞാൻ എന്തിന് ചെക്ക് വേണം? അത് എന്തെങ്കിലും നഷ്ടപ്പെടുത്തിയ ചെക്ക് വാങ്ങിക്കാൻ വേണ്ടി. എന്നിട്ട് ആ ചെക്കിൽ ഞാൻ ഈ പരാതി കൊടുത്തതിന് ശേഷം എൻ്റെ മോൻ്റെ പേരിൽ ഒരു ചെക്ക് കൊണ്ട് 86,000 രൂപയ്ക്ക് പതിച്ച്. അതിൻ്റെ പേരിൽ ഞാൻ ഒരു പരാതി ആറ്റിങ്ങൽ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിന് റിട്ടേൺ കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പിന്നെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഇതിൻ്റെ ബ്രാഞ്ചസ് ഉണ്ട് എന്ന്. 17 ബ്രാഞ്ച് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അവർ വോയിസ് മെസ്സേജ് ഇങ്ങനെ 600 കുട്ടികളുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ 600 കുട്ടികളെ ഇവർ പറ്റിക്കുകയാണ്, 1-2 അല്ല, 17 ബ്രാഞ്ച് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഈ വാർത്ത നൽകുന്ന സമയത്തെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലടക്കം പരിശോധിച്ചു. വലിയ പ്രൊമോഷനാണ്. അതെ, അതുകൊണ്ട് ഇത് സാറിന് ഇത് വായിക്കാമല്ലോ. ഒരു മാസം 150 ഫോൺ ശരിയാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഒരു ഷോപ്പിലും നടക്കത്തില്ല. 15 ഫോൺ ഒരു കുട്ടിയെ കൊണ്ട് വരും. ഇതാ ഇതിൽ കിടപ്പുണ്ട്, ഇതേ വായിച്ചു നോക്ക്. ഒരു മാസം 150 ഫോൺ ശരിയാക്കുമ്പോൾ ലാസ്റ്റ് ഒരു ഫോൺ ശരിയാക്കണതിനാണ് 30 രൂപ. അപ്പൊ അത് എന്താണ്, അടിമപ്പണിയല്ലേ? ഒരു മാസം 150 ഫോൺ ഒരാളെ കൊണ്ട് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു മാസം 150 ഫോൺ ശരിയാക്കാൻ ഏതെങ്കിലും ഷോപ്പിൽ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കുട്ടികളുടെ ഭാവി നശിപ്പിക്കാൻ അവർ മുൻകൂർ ജാമ്യം എടുത്തണക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് അവർ തന്നാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് ഡീല് ചെയ്യുന്നെങ്കിൽ ഇപ്പം എനിക്ക് സൈൻ ചെയ്ത് തരണം അല്ലേ, അല്ലെങ്കിൽ ഇത് എന്നെ കൊണ്ട് വായിപ്പിക്കണം. അപ്പോൾ 5 മാസത്തോളം നമ്മൾ ഫീസ് അടച്ചതിന് ശേഷമാണ് ഇത് തരുമ്പോൾ നമുക്കൊന്നും ചെയ്യാം. അപ്പം നമ്മളവർക്ക് എല്ലാ കുട്ടികളും ഉണ്ടല്ലോ, എല്ലാവരുടെ കൂടെ 10 മാസം സഹിച്ച് എൻ്റെ മോൻ ഇറങ്ങി പോയാൽ മതിയെന്ന് വെച്ചിട്ടാണ് കുഞ്ഞ് നിന്നത്. അപ്പോൾ ഇത് ഫുള്ള് വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ മനഃപൂർവ്വം എന്താണ് അല്ല പണ്ടറിയില്ല, മനഃപൂർവ്വം നമ്മളെ മക്കളെ നമ്മളായിട്ട് നശിപ്പിച്ചു, പൈസ കൊടുത്ത് നശിപ്പിച്ചു. ഇതിനെക്കാട്ടി അവർ വേറെ എന്തെങ്കിലും പോയാൽ മതി. ഒന്നുമില്ലെങ്കിൽ റോട്ടിൽ കിടക്കുന്ന പാട്ട അവർക്ക് ഇട്ടില്ല, ഒരു അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് അവർക്ക് ഭാവിയില്ല. പാരൻസിൻ്റെ നഷ്ടപരിഹാരമായി ഇതിന് നഷ്ടപരിഹാരം കിട്ടണം. മറ്റുള്ള മക്കളെ ഭാവി നശിപ്പിക്കാൻ പറ്റില്ല. ഇതിനെന്തായാലും മുന്നോട്ട് തന്നെ പോകും. ഇനി ബാലാവകാശം അവർക്ക് ഞാൻ ഇത് കൊടുക്കാൻ പോവുകയാണ്, കംപ്ലയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഒരു മാസം 150 സാറിനെ കൊണ്ട് പറ്റുമോ? ഈ നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് പറ്റും. ഒരു ഷോപ്പിൽ ഇപ്പം ഞാൻ സാർ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു 150 ഫോൺ ഒരു മാസം 30 ദിവസം കൊണ്ട് 150 ഫോൺ ശരിയാക്കി തരാത്തൊരു കുട്ടിക്ക് അതെ 10 മാസത്തെ അല്ല, ഒരു മാസം ഇതാ എഴുതിയിട്ടുണ്ട് ഇതിൽ. മനസ്സിലായി, എഴുതിയിട്ടുണ്ട്, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് മാഗ്നസിൻ്റെയാണ്. ഇത് മതി നമുക്ക് മുന്നോട്ട് പോവാൻ. പിന്നെ നിങ്ങളെ ഫുൾ സപ്പോർട്ട് നമുക്ക് തന്നേ പറ്റുള്ളൂ. നിങ്ങൾ പോലെ നമ്മളെ കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ക് അണഞ്ഞണഞ്ഞ് പോവേ ഉള്ളൂ. ലാപ്ടോപ്പ് പഠിക്കാൻ 20,000 രൂപ അഡീഷണലായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അവർ ലാപ്ടോപ്പിന്. അവന് ലാപ്ടോപ്പ് തുറന്നു പോലും കാണിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിശ്വാസം മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് മറുനാടൻ മലയാളിയുടെ വാർത്തകൾ ഷാജൻ വാർത്തകൾ കാണാറുണ്ട്. സത്യസന്ധമായി പച്ചയ്ക്ക് പറയുന്ന സ്ഥാപനമാണ്. ആരെയും വിളിച്ച് പേടിക്കാതെ പറയുന്ന ആ സ്ഥാപനത്തോടെ ഞങ്ങൾക്ക് ഭയങ്കര ബഹുമാനമാണ്. അതുകൊണ്ട് നിങ്ങളിത് അന്വേഷിക്കണം. അന്വേഷിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ ഇനി അവർ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ട്രെയിനിങ്ങിന് വിടാൻ പാടില്ല. അതിൽ ഒരു കുട്ടിക്ക് 3,60,000 രൂപ ഇവർ സമ്പാദിക്കാണ് ഒരു കൊച്ചിൻ്റെ പേരിൽ. ഇവർ പഠിപ്പിച്ച് 10 മാസം പഠിപ്പിച്ച് വിടുന്നത് അതൊരു അന്തസ്സുണ്ട്. ഈ ട്രെയിനിങ് വലിയ അപകട സൂക്ഷ്മമാണ്, പറ്റിപ്പാണ്. അതിന് ടാക്സ് അടയ്ക്കുന്നില്ല, ഈ പൈസയ്ക്കും ടാക്സ് അടയ്ക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെയും പോയിട്ട് ഇനി മനുഷ്യാവകാശ കമ്മീഷന് മാത്രം ഞങ്ങൾ കൊടുത്തില്ല, അത് ഞങ്ങൾ പരാതി കൊടുക്കും. ഇവിടെ രക്ഷിതാക്കൾ പ്രധാനമായും എടുത്തു പറയുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ പോലും തൊഴിൽ കരാറിൽ ഒപ്പിടിവിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ പരിശീലനത്തിന് അയക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ചോ മുൻകൂട്ടി അറിയിക്കാതെ കുട്ടികളെ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും കേവലം 5,000 രൂപ പ്രതിഫലത്തിന് നിയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഇരകളാക്കപ്പെട്ട നിരവധി വിദ്യാർത്ഥികളാണ് നിലവിൽ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ ഉള്ളത്. അതുകൂടാതെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും ഈ മാഗ്നസിന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രചരണമാണ്, വലിയ പരസ്യമാണ് ഈ ഒരു കമ്പനി നിലവിലിപ്പോൾ നടത്തി വരുന്നത്. വലിയ തട്ടിപ്പാണ് നിലവിലിപ്പോൾ നടന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാത്രമല്ല, അതായത് നമ്മളോട് പ്രതികരിച്ചവർ മാത്രമല്ല, 50-ലധികം പേർ ഇത്തരത്തിൽ
തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നാണ് ഈ രക്ഷിതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇവരിപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് പരാതി നൽകിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് വലിയൊരു തട്ടിപ്പാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് രക്ഷിതാവ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമഗ്രമായൊരു അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം വലിയ വിദ്യാഭ്യാസ തട്ടിപ്പാണ് ഇതിന് മറവിൽ നടന്നിരിക്കുന്നത് എന്നാണ് രക്ഷിതാക്കൾ ശക്തമായി ആരോപിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.